മൂന്ന് പേരാണ് എൻ്റെ കൂടെ ഈ സിനിമ കാണാൻ ഉണ്ടായിരുന്നത്. മൂന്ന് പേരായിട്ട് കൂടെ ഈ സിനിമ ഇട്ട് തന്ന സിനിപോളിക്സ് മാനേജ്മെന്റിന് എൻ്റെ നന്ദി അറിയിക്കുന്നത്. പക്ഷേ ഇതൊരു പാക്ഡ് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയായിരുന്നു. പെണ്ണും പൊറാട്ടും. സംവിധാനം ചെയ്തിരിക്കുന്നത് രാജേഷ് മാധവൻ. രാജേഷ് മാധവനെ എൻ്റെ കഥാപാത്രങ്ങൾ ഒരു കാർട്ടൂൺ പോലെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയും അതുപോലെ കാർട്ടൂണിൻ്റെ ഒരു കാരിക്കേച്ചർ സ്വഭാവം ഉള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും ഇത്. ഈ സിനിമയിൽ ഒരു കോമഡി സിനിമയ്ക്ക് വേണ്ട, അതായത് കൗണ്ടർ കോമഡി, സിറ്റുവേഷൻ കോമഡി, സ്ലാബ് സ്റ്റിക്ക്, ബ്ലാക്ക് ഹ്യൂമർ, സറ്റയർ എന്ന് വേണ്ട എല്ലാ സാധനവും ഈ പടത്തിലുണ്ട്. അത് അതിൻ്റെ ഒരു പുറമേ ഉള്ള ഒരു ലെയറാണ്. നമുക്ക് ചിരിക്കാനുള്ള സാധനങ്ങൾ മൊമെന്റ് പുറമേ ഉള്ള ഒരു ലെയറാണ്. പക്ഷെ ഇതിനപ്പുറം ലേയർഡായിട്ട് ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, സിറ്റുവേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയുടെ അത് രവിശങ്കർ അണ്ണ, നിങ്ങൾ ഒരു ചെറിയ സാധനമല്ല ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും. അതിനനുസരിച്ച് അഭിനേതാക്കൾ പെർഫോം ചെയ്യണം, അതിനനുസരിച്ചായിട്ട് സിനിമയായിട്ട് പുറത്തു വരണം. അത് ടഫ് ടാസ്ക് ആണ്. അതൊന്നും പാളിയിരുന്നെങ്കിൽ മറ്റേ സുരേഖയും മറ്റേ സുധീഷനോ എന്നൊരു പടം ഇറങ്ങി അതുപോലെയൊക്കെ വെറുപ്പിച്ച്. പക്ഷെ ഇതങ്ങനെ സംഭവിച്ചില്ല. ഇതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ സിനിമ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഈ സിനിമ എങ്ങനെ സംഭവിച്ചത്? ഇത് ഓസ്കാറിനായുടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു ഉള്ളതാണോ ഇല്ലാത്തതാണോ, ഒരു പകുതി ജ്ഞാനമുള്ള കാര്യം അല്ലെങ്കിൽ ഒരു അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും ഒരാളെ ഏറ്റുപിടിക്കുന്നു. അവർ കുറച്ച് പേരിച്ചാണ് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത്. ആ അജണ്ടയെ പിന്താങ്ങി കുറേ പേര് വരുന്നത്. അപ്പം നമ്മുടെ സ്വതന്ത്ര ചിന്ത പോലും അതിൽ മാറ്റി നിർത്തിയിട്ട് ഒരു കുറച്ച് ആൾക്കാർ ചേർത്ത് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഫോളോ ചെയ്ത് ഇനി അതിനെ തന്നെ ചുറ്റിപ്പറ്റി ചേരി തിരിഞ്ഞ് അടിയുണ്ടാക്കുന്നത് ഒരു കാര്യമില്ലാതെ. അത് ചിലപ്പോൾ മതമായിരിക്കും, ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കും. എന്നാൽ ഇതിൻ്റെ ബേസ് സാധനം അത് ഉള്ളതാണോ ഇല്ലതാണോ? അതൊന്നും അറിയണ്ട. നമ്മളെന്തെങ്കിലും അടി തുടങ്ങിയല്ലോ, ഇനി അതിൻ്റെ ചെയിൻ പിടിച്ച് കുറേ കാര്യങ്ങൾ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. സോഷ്യൽ മീഡിയയിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും മൊത്തത്തിൽ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സാധനമല്ലേ നടന്നുകൊണ്ടിരിക്കണത്. അതിനെ ഒരു വടക്കൻ കേരളത്തിലുള്ള ഒരു ചെറിയൊരു ഗ്രാമമായിട്ട് ബ്ലെൻഡ് ചെയ്ത്, ഗ്രാമത്തിൻ്റെ പേരൊക്കെ കോമഡിയാണ്, പട്ടണ, അതിന് ചെയ്ത് ഇത് ഒരു സാധനം മാത്രമാണ് ഈ പടത്തിലെ. ഇതുപോലെ കൊണ്ടമാന സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അത്രയ്ക്ക് പരിഹസിച്ച മനുഷ്യന്മാരെ തന്നെ ഊക്കി പറത്തി വിട്ടിട്ടുണ്ട് ഈ പടത്തിൽ. പട്ടണ എന്നുള്ള ഗ്രാമം, അവരുടെ ക്ലബിൻ്റെ പേര് സംസാരം ക്ലബ്ബ്. ഇങ്ങനെ ഫുൾ വെറൈറ്റിയാണ്. ഒരു വെറൈറ്റി ആയിട്ട് ഒരു സാധനം എങ്ങനെ സെറ്റ് ചെയ്തെടുക്കും, സ്റ്റേജ് ചെയ്തെടുക്കും. നമ്മൾ സൂത് പോകുന്ന ഒരു സിനിമ കംപ്ലീറ്റ് വെറൈറ്റിയാണ് സിനിമയിൽ. അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ കഥാപാത്രങ്ങൾ പെർഫോമൻസ് ആണെങ്കിലും അത് പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ളത്. ഇതിനൊരു ടെറൈൻ അവർ വെച്ചിട്ടുണ്ട്. ഒരു ഗ്രാമം, സാങ്കല്പിക ഗ്രാമമാണെന്ന് തോന്നുന്നു. പട്ടണം എന്നൊരു സ്ഥലമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. അവിടുത്തെ ആൾക്കാരുടെ ഒരു രീതിയുണ്ട്, സംസാര രീതിയുണ്ട്. അത് റിയലിസ്റ്റിക് ആണ്, നാച്ചുറൽ എന്ന് ഞാൻ പറയില്ല, കാരിക്കേച്ചർ. പക്ഷെ കാരിക്കേച്ചറിൽ ഒരു മീറ്റർ ഉണ്ടല്ലോ. അതിൽ ഈ പുതുമുഖങ്ങൾ, ഒരു ലോഡ് പുതുമുഖങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചിരിക്കുന്നു. അത് ഒന്ന് രണ്ട് പേരുടെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഈ നായികയുടെ അമ്മയുടെ ഒരു കഥാപാത്രം, പുള്ളിക്കാരുടെ പേര് എന്താ, ഇതിൽ കുറെ പേരുണ്ട്, ആരൊക്കെയാണ് തിരിക്കാറുണ്ട്. അക്ഷയ വിജയകുമാർ അവതരിപ്പിച്ചത് കുറച്ചടുത്ത് ഒരു ഓവർ. ബാക്കി എല്ലാവരും ആ മീറ്ററോടെ അത് എങ്ങനെയാണ് അത് ആ ഒരു അവരുടെ യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെ പറയണം. അത് ചെറിയ വലിയ ഒരു ലോഡ് ആൾക്കാർ ഒന്ന് പെർഫോം ചെയ്യണം. അവർക്ക് ഓരോരുത്തർക്കും ഓരോ സിഗ്നേച്ചർ ഉണ്ട് ഈ സിനിമയിൽ. അതാണ് അതിൻ്റെ രസം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ സിനിമയിലെ ഒരു 100-1 ഘടകം പോലും ആവില്ല ഒരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതങ്ങനെയല്ല. ഒരു ഡയലോഗേ ഉള്ളൂ. ഇവൻ ടി വിയിൽ എന്തോ തിരികെ പിടിച്ചവ ശരിയാക്കുന്നത്. ഇവൻ ടി വിയിൽ ശരിയാക്കുന്ന സമയത്ത് അമ്മ അത് ശരിയായെന്ന് പറഞ്ഞപ്പോഴേക്കും, മോനെ എനിക്കറിയാം അല്ലെങ്കിൽ എൻ്റെ മോൻ മിടുക്കനാണെന്ന്. ഒരു ചെറിയൊരു ഡയലോഗ് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാം ഒന്നും. പക്ഷേ അയാളെന്ന് പറഞ്ഞാൽ ഒരു ഊക്ക് വണ്ടിയാണ്. നാട്ടിലും വീട്ടിലും എല്ലാം പരിഹാസം, ഒരു മൊണ്ണേഷായിട്ടുള്ള ഒരാളിൽ ഒരു അപ്രിസിയേഷൻ കൊടുക്കുക, ഒരു താങ്ങും. ആ അമ്മ എന്ന് പറയുന്നത് വയ്യാത്ത ഒരാളാണ്, ബെഡ് റിട്ടൺ ആയിട്ടുള്ള ആളാണ്. കൊടുക്കുന്ന ആ ഒരു അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വലുതാണ്. അയാൾക്ക് ജീവിക്കാൻ ചിലപ്പോൾ മുന്നോട്ട് കൊടുക്കുന്ന ഒരു പ്രേരക ഘടകമായിരിക്കും അത്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ സീനും നമുക്ക് വായിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മനോഹരമായിട്ടുള്ള ഒരു കാവ്യം പോലെ, ഒരു നോവൽ പോലെ നമുക്ക് ആസ്വദിക്കാം. പലയിടത്തും എൻ്റെ ഈ സിനിമ കണ്ടെൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇമോഷൻ അങ്ങനെയല്ല, കരച്ചിൽ, ബഹളം അതൊന്നും ഇല്ല ഇതിൽ. ഇവർ ആ സിനിമയിൽ ഒരു സാധനം ഡെലിവർ ചെയ്യുന്നുണ്ട്. അതെനിക്ക് കിട്ടിയെന്ന് എനിക്ക് സ്വയം അഭിമാനിക്കുന്ന ഒരു മൊമെൻ്റാണത്. അതെനിക്ക് കണ്ണ് നിറയും. ഞാൻ ഇപ്പോൾ പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അതാണ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സിംബോളിക്കായിട്ട് ഒരു മൃഗങ്ങളെല്ലാം സിംബോളിക്കാം. ഒരു സീനിൽ വന്നോണ്ട് ആന ഉൾപ്പെടെ സിംബോളിക്കാം. അതാണെങ്കിൽ നമ്മളെ ഇവിടുത്തെ സാധാരണ ജനങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാം. ഒരു കാര്യമില്ലാതെ കുറേ പേര് ഇത് ഒരു അജണ്ട ഉണ്ടാക്കുന്നു. അതിൻ്റെ പേരിൽ ബലിയാടായി വരുന്ന ഒരു കൂട്ടം കോഴികളായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് എഴുതി വെക്കണത്? അത് ചെയ്ത് അതിവിടെ വർക്ക് ചെയ്ത് പ്രത്യേകിച്ച് ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കീറി പൊടിച്ച് വലിച്ചു കയറാൻ നിൽക്കുന്ന ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. അവരുടെ ഇടയിൽ അത് ഫിനാൻഷ്യലി സക്സസ് ആകുമെന്ന് ഡൗട്ടുണ്ട്. ഇപ്പോഴെനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ പല 3 പേരെ ഉള്ളൂ ഈ സിനിമയാണ്. പക്ഷെ നിങ്ങൾ ചെയ്ത ആ എഫേർട്ട് അത് എത്രമാത്രം അഭിനന്ദിച്ചാൽ മതിയാവുമെന്ന് എനിക്കറിയില്ല.
ഓസ്കാറിന്റെ ഈ പടം വേറെ ലെവൽ സാധനമാണ്. ഇത് നോർമലി ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ സിനിമ. അത് ഞാൻ ഇപ്പൊ പറയുമ്പോഴും നിങ്ങൾക്ക് ആ സാധനം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഈ സിനിമയ്ക്കകത്തുള്ള ഇതിനകത്തുള്ള സോള് അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വെറുപ്പിക്കലാവും, എന്താണ് കാണിച്ചു എന്തൊക്കെയോ കാണിച്ച് കോപ്പറ. പക്ഷെ അത് നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എക്സ്ട്രാ ഓർഡിനറി പടമാണ്, എക്സ്ട്രാ ഓർഡിനറി സിനിമ. ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത് ദിനേശ് പെപ്പോല ഒരു കഥാപാത്രം. അതൊരു ഒരുപാട് കേട്ട കഥാപാത്രമുള്ളത്. പട്ടിയുണ്ട്, ടൊവിനോ സൗണ്ട് കൊടുത്ത പട്ടി, പിന്നെ ബേസിൽ സൗണ്ട് കൊടുത്ത പട്ടിയുണ്ട്, അതുപോലെ ആനന്ദ് മന്മഥൻ സൗണ്ട് കൊടുത്തിട്ടുണ്ട്, ദർശന സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൃഗങ്ങൾ ഈ ആൾക്കാർ ഈ പറയുമ്പം ആൾക്കാർ മൃഗങ്ങളോട് സംസാരിക്കുമ്പോൾ വഴക്കൊക്കെ പറയുമല്ലോ. മൃഗങ്ങൾ മറ്റേ കാലകയും കേൾക്കുമ്പോൾ നിമിട്ട അതുപോലെയാണ് കേൾക്കണത്. എന്താണ് ആരൊക്കെയോ അത് എന്തൊക്കെയാണ് പറയുന്നത്, പ്രാന്തന്മാര്. അവരുടെ പെർസ്പെക്റ്റീവ് യവന്മാർക്കാണ് സൈക്കോ. അത് കറക്റ്റുമാണ്. നമ്മൾ നോക്കുമ്പോൾ അത് പട്ടിക്ക് പേളവി, പട്ടിയെ തല്ലിക്കൊള്ളുക എന്നുള്ള എയിമാണ്. പട്ടിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ യവന്മാർക്കാണ് പേ. അത് നമുക്ക് സൊസൈറ്റി വരെ കണക്ട് എടുക്കാൻ പറ്റും ഈ ഒരു സാധനം. അതിൽ ഞാൻ പറഞ്ഞ കേന്ദ്ര കഥാപാത്രം ദിനേശ് അവതരിപ്പിച്ച ഒരു കേന്ദ്ര കഥാപാത്രം, പട്ടി കേന്ദ്ര കഥാപാത്രം, ഒരുപാട് പേരില്ലാത്ത വന്നു പോയിട്ടുണ്ട്. അവരുടെ ഒരു പോയിന്റിൽ തുടങ്ങി ഒരു സാധനം കണക്ട് ചെയ്ത് അത് പിടിച്ചാൽ തോന്നും. ഒരു സിനിമയെ എടുക്കുമ്പോൾ അതിനകത്ത് കുറേ ടെക്നിക്സ് ഉണ്ട്. സിനിമാറ്റിക് ബട്ടർഫ്ലൈ എഫക്ട്, ഷെക്കോസ് ഗൺ എഫക്ട്, ഇതെല്ലാം ഒരു സിനിമ പഠിക്കുന്ന ഒരുത്തനുണ്ട്. എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അത് എഴുതി നമുക്ക് കണ്ടിട്ട് എഴുതി വെക്കാനുള്ള സാധനം ഇതിനകത്തുണ്ട്. സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയാണ്. അതൊക്കെ OTT വരുമ്പോൾ ഒരുപാട് പേര് ഇതിനകത്തുള്ള ബ്രില്യൻസ് ഡീറ്റെയിലിംഗ് ഒക്കെ പറയും. അപ്പൊ ഞാൻ ഈ ദിനേശിന്റെ കഥാപാത്രം ഒരു ചെറിയ ഒരു കാര്യം ഒരു സാധനവും മുന്നോട്ട് വെച്ചു. അതിനെ പിടിച്ച് നടക്കുന്ന കോലാഹലങ്ങൾ ഒരു സൈഡിൽ, പട്ടിയെ കൊണ്ട് നടക്കുന്ന കോലാഹലങ്ങൾ വേറെ സൈഡ്. ഇതിന്റെ ഇടയ്ക്ക് കുറെ പേരുടെ 2-3 പേരുടെ റിലേഷൻസ്. ഇവന്റെ അനിയൻ കഥാപാത്രമുണ്ട്. അവനും സുമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത പെൺകുട്ടിയുടെ പേര് വർഷവത്സരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേര് ചോദിച്ചാൽ ഫോട്ടോ എനിക്ക് നോക്കാമല്ലോ. അവളെ അന്യ പെർഫോമൻസ്. അവളെ അമ്മയായിട്ട് വന്നത് പുള്ളിക്കാരുടെ പേര് എനിക്കുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഇവരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയൊരു ഇഷ്ടം. ഇങ്ങനെ ഒരുപാട് പറയാൻ തന്നെ ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും നമുക്കൊരു 20 മിനിറ്റ് സംസാരിക്കാനുണ്ട്. റൈന രാധാകൃഷ്ണൻ, ഫാലിമയിലുള്ള കൊച്ചിനെ ചുറ്റിപ്പറ്റിയാണ്. പക്ഷെ അധികം സ്ക്രീൻ ടൈം ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല. പിന്നെ ഷനോജ് അലാറാറിന്റെ അണ്ണന്റെ ചിരിയുണ്ട് കേട്ടോ, കാട്ട് സൈക്കോ. നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ കാണും. ഇയാളായിരിക്കും അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. പക്ഷെ പുറമേ നോക്കുമ്പോൾ മാന്യനും ആയിട്ടുള്ള ഒരാൾ. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെ പറയണം. അയാളൊരു ചിരിയുണ്ടോ, അയാളെ ചിരി കില്ലിംഗ് സ്മൈൽ എന്നൊക്കെ പറയില്ലേ. മറ്റേ ഏതോ ഒരു സിനിമയിൽ ഹായ് അവഹിതം എന്ന് പറഞ്ഞ പോലെ ഒരു ടീമുണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ദീപക് സെൽവരാജ്, സതീഷ് പുളിക്ക ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ മനോജ് കുമാർ ഒരു പാവപ്പെട്ട ടെററാണ് തോന്നിക്കും. എല്ലാം ഊക്കി വിട്ടിട്ടുണ്ട്, എല്ലാം നിർഗുണനാക്കി കളഞ്ഞ് ഇവന്മാരൊക്കെ. അങ്ങനെ ഒരു 150 പേരെ അഴിച്ചു വിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇവരെല്ലാം വളരെ മികച്ച കലാകാരന്മാരാണ്, വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ നല്ല എക്സ്പോഷർ കിട്ടേണ്ടതുണ്ട്. അതിന് ഈ സിനിമ കാരണമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് മിക്സ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ പലതും മൃഗങ്ങളുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഗംഭീരമാണ്. അത് നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഇതിൽ കിട്ടും. ഇപ്പം നമ്മൾ ചില സിനിമകൾ കാണുമ്പോഴേ മെയിൻ ആൾക്കാരിന്ന് സംസാരിക്കുമ്പോൾ ബാക്കിലുള്ളവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കില്ല. നമ്മൾ 2-3 കാണുമ്പോഴേക്കും സൈഡിലുള്ള ഒരു കോമഡി നമുക്ക് അപ്പോഴേക്കും മനസ്സിലാവണം. അതുപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും കുറെ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡോൺ വിൻസെന്റ്, ചമൻ ചാക്കർ എഡിറ്റിങ്, സിനിമോട്ടോഗ്രാഫർ സാബിൻ ഊരാളിക്കട്ടി, അങ്ങനെയൊക്കെ ഒരു അവാർഡ് കൊടുക്കണം. ഗംഭീരം, ഒരു രക്ഷയില്ല. വിനോദ് പട്ടാട്ടാന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചാരുത സൗണ്ട്സ്, കുറേ സാധനങ്ങൾ നമ്മൾ സാധാരണ കണ്ടിട്ടില്ലാത്ത കുറെ പരിപാടികൾ ഇതിനകത്തുണ്ട്. ഒരു വീശറി സെറ്റ് വെച്ചിട്ടുണ്ട്. അത് എഴുതിയാൽ മാത്രം പറയണ്ട, അത് അതുപോലെ കാണിച്ച് നമുക്ക് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എടുക്കട്ടെ. ഇതൊക്കെ ഉള്ളതാണ്. ഇത് സാങ്കല്പിക സംഭവമാണെങ്കിലും നമുക്കത് മെക് ബിലീഫ് ഇല്ലേ മോനെ. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർട്ട് ചെയ്യിക്കുന്ന പരിപാടികൾ, CG, എക്വൈറ്റ്, VFX, കിഡിലം വർക്ക്, ക്വാളിറ്റി ഉള്ള വർക്ക്, സിംഗ് സൗണ്ട് ശ്രീനിവാസൻ, സൗണ്ട് മിക്സിംഗ് ബിപിൻ നായർ, പൊളി വർക്ക്. ഈ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് പോലും എനിക്ക് അത്രയും ഗംഭീര ഔട്ട്പുട്ടാണ്. പക്ഷേ ഏരീസ് പ്ലസ് ഓഡി വണ്ണിലേക്ക് കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കുമായിരുന്നു. അത് കോസ്റ്റ്യൂംസ് കൊടുത്തിരിക്കുന്നത് വിശാഖ് സനൽകുമാർ, മേക്കപ്പ് റോണക് സേവിയർ, എല്ലാം ടെക്നിക്കൽ ടീമും നല്ല ടീമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ചെറിയ സിനിമയല്ല, ഇതൊരു ഗംഭീര സിനിമയാണ്. നിങ്ങൾക്ക് ഇതൊന്നും ഈ ബ്രില്യൻസോ ഇതിന്റെ ലേഡോ ഒന്നും നോക്കാതെ തന്നെ ഒരു കോമഡി സിനിമ പോലെ ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ കണക്ട് ആയില്ലെങ്കിൽ വെറുപ്പിക്കലായി പോകും. അത് രണ്ടാമത്തെ കാര്യം. ഈ സിനിമ സംസാരിക്കപ്പെടണം. ഈ സിനിമ ഒരുപാട് വലിയ പുരസ്കാര വേദികളിൽ എത്തേണ്ടതുണ്ട്. ഈ സിനിമ ഒരുപാട് അപ്രിസിയേഷൻ മലയാളത്തിൽ നേടിക്കൊടുക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഓൾ ദ ബെസ്റ്റ് ടീം, രവിശങ്കർ ആൻഡ് രാജേഷ് നാഥൻ. ഗംഭീര വർക്ക്, ഗംഭീര ക്രാഫ്റ്റ്. കീപ് ഡൂയിങ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.